ഹലോ എവരിവൺ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സമയത്ത് വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ പറയും പറ്റുമെന്ന്. എങ്ങനെയാണെന്നല്ലേ, ഒരു ബിസിനസ്സുകാരന് അവരുടെ ബ്രാൻഡിന് വേണ്ടി സമയത്ത് വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അതിന് ജസ്റ്റ് എക്സാമ്പിൾ, ഒരു ബ്രാൻഡ് എക്സ്റ്റാബ്ലിഷ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ സിനാരിയോ അനുസരിച്ച് ഒരു 40-50 വർഷം എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോ അനുസരിച്ച് എങ്ങനെ പോയാലും ഒരു 10 വർഷം എടുക്കും ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആയി ആൾക്കാരിന്ന് റെക്കഗ്നൈസ് ചെയ്ത് വരാൻ വേണ്ടി. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് 2015-16 ഈ ജിയോ എന്ന് പറയുന്ന ബ്രാൻഡ് വന്നത്. ബ്രാൻഡ് ഇനീഷ്യൽ ടൈം തന്നെ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ തിരിച്ചറിഞ്ഞിട്ട് അവർ പ്രോപ്പറായിട്ട് അവർ അഡ്വർടൈസിങ് ചെയ്തു എന്നുള്ളതാണ്. അഡ്വർടൈസിങ് ചെയ്ത് ബെസ്റ്റ് മീഡിയം ഓഫ് ടൈമിന് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബെസ്റ്റ് മീഡിയമാണ് ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്നല്ലേ, എന്ന് വെച്ചാൽ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് നേടിയെടുത്ത കസ്റ്റമർ ബേസ് മറ്റ് കമ്പനീസ് നേടിയെടുത്ത കസ്റ്റമർ ബേസ് ആണ് ഈ ജിയോ 6 മാസം കൊണ്ട് നേടിയെടുത്തത്. എങ്ങനെയാണെന്നല്ലേ, ബെസ്റ്റ് ഓഫർ പബ്ലിക്കിലോട്ട് കൊടുത്തു, അതുപോലെ തന്നെ അത് ജസ്റ്റ് അഡ്വർടൈസിങ് ചെയ്തു, മാസീവായിട്ട് അഡ്വർടൈസിങ് ചെയ്തു. അതിലൂടെ ആൾക്കാർ ആ ഒരു ജിയോ സിം യൂസ് ചെയ്യുകയും മാസീവായിട്ട് ഡാറ്റ കളക്ഷൻസ് അവിടെ നടക്കുകയും ചെയ്തു. ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഡാറ്റയാണ്. ഡാറ്റ ഇൻ ഫ്യൂച്ചർ ആണെങ്കിൽ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു പവറാണ്. അവർ ഡാറ്റ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. അഡ്വർടൈസിങ്ങും മറ്റ് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു കസ്റ്റമറിൻ്റെ പെർസോണ തിരിച്ചറിയുന്നത് അവരുടെ ഡാറ്റ വെച്ചിട്ടാണ്. ഓക്കെ, ഇതിലൂടെ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ അഡ്വർടൈസിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാസീവായിട്ടുള്ളൊരു പൊട്ടൻഷ്യലോടെ നിങ്ങൾ വിസിബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. അഡ്വർടൈസിങ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് പതിയെ ഇഴഞ്ഞു നീങ്ങും. അഡ്വർടൈസിങ് ഉണ്ടോ നിങ്ങളുടെ ബ്രാൻഡ് റോബോട്ട് പോലെ കുതിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ ഏതൊരു മീഡിയ ആയിക്കോട്ടെ, ഡിജിറ്റൽ ആയിക്കോട്ടെ ഔട്ട്ഡോർ ആയിക്കോട്ടെ, രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. ഡിജിറ്റൽ അഡ്വർടൈസിങ് ചെയ്യുന്ന ഔട്ട്ഡോർ അഡ്വർടൈസിങ് ചെയ്യുന്നതും തമ്മിൽ. അപ്പം ഏറ്റവും പവർഫുൾ എന്ന് വെച്ചാൽ ഔട്ട്ഡോർ ചെയ്യുന്നതാണ്. ഔട്ട്ഡോർ എന്ന് പറയാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെക്കഗ്നൈസേഷൻ ആണ് ആൾക്കാരുടെ മൈൻഡിലോട്ട് വരിക. അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ തന്നെ ചേഞ്ച് ആക്കുന്ന ഒരു അഡ്വർടൈസിങ് മെത്തേഡ്സ് ആണ് ഈ ഔട്ട്ഡോർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബ്രാൻഡിനെ അഡ്വർടൈസിങ് ചെയ്യാൻ നോക്കുക. ഓക്കെ, എങ്ങനെ ഏത് മീഡിയ ആയിക്കോട്ടെ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി നോക്കുക. മാക്സിമം നിങ്ങളുടെ ബ്രാൻഡിനെ എലിവേറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇതുപോലെയുള്ള അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയറും ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഫ്രണ്ട്സിന്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആണ്. താങ്ക് യു.